गाइस वेलकम बैक टू आवर चैनल। तो हम एक्शन हीरो बिज्जू के क्लाइमेक्स सीन के साथ आ गए हैं। तो बेसिकली ना एक केस आया है जहाँ पे ऑर्नामेंट की चोरी हुई है। ऐसा बोला जा रहा है वो केस ऐसा बोला जा रहा है कि वो शायद चोरी मेड ने करी है और बिज्जू ऐसे आंटी के घर घुस भी गया है। तो देखते हैं कि पार्ट कैसा होता है। सब आप भी देखिए हम भी देखते हैं। लेट्स स्टार्ट। ഹലോ ഹലോ ആ ഞാൻ അങ്ങോട്ട് വിളിച്ചോ. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി മറുപടി പറ. നീ എന്നാണ് ഈ പറയുന്ന ഫ്ലാറ്റിൽ അവസാനമായി ജോലിക്ക് പോയത്? 2-3 മാസമായിട്ടുണ്ടാവും. അവസാനത്തെ ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങിയോ? ഉച്ചയ്ക്ക്? ഞാനെന്ന് ഓർക്കണില്ല സാറേ. നീ അന്ന് നെട്ടൂര് പോവാണെന്ന് പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ടോ? ശരിയാ സാറേ, നെട്ടൂര് പോയായിരുന്നു. ഇപ്പൊ ഓർമ്മ കിട്ടിയില്ലേ? നെട്ടൂർ എന്തിനു പോയതാ? ഞാൻ നെട്ടൂർ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാ. എന്നിട്ട് കൂട്ടുകാരിനെ കണ്ടോ? അവളവിടെ ഇല്ലായിരുന്നു സാറേ. എന്നിട്ട് നീ എന്ത് ചെയ്തു? പിന്നെ വീട്ടിലേക്ക് പോന്നു. നേരെ വീട്ടിലേക്ക്? നേരെ പോന്നു. വേറെ എവിടെയെങ്കിലും പോയോ? ഇല്ല സാറേ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോ എങ്ങനെ ഓർമ്മ കിട്ടിയാലോ? വേറൊന്നും പോയില്ല സാറേ. നീ അന്ന് ഉച്ച കഴിഞ്ഞ് നെട്ടൂര് പോയിട്ടില്ല? ഇല്ല സാറേ, പോയി. ഞാൻ പറയുന്നു, നീ അന്ന് ഉച്ച കഴിഞ്ഞ് പോയത് മെറൈൻ ഡ്രൈവിലേക്കാണ്. നിനക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ല സാറേ, ഞാൻ മറൈൻ ഡ്രൈവിൽ പോയിട്ടില്ല. നീ അന്ന് എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. വിശ്വാസമില്ല അല്ലേ? കാണണം. മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. സാർ ഈ നമ്പറാണ്. 9037824785. ഇത് മാഡത്തിന്റെ നമ്പറാണോ? അതെ സാറേ. അതല്ലേ. 27 ജൂൺ 2015, അതായത് നീ അവസാനമായിട്ട് ആ ഫ്ലാറ്റിൽ ജോലിക്ക് പോയ ദിവസം. 2 മണിക്ക് നീ പനമ്പിളി നേർ, 2:30 നീ മറൈൻ ഡ്രൈവ്. സാർ ഈ മറൈൻ ഡ്രൈവിൽ ഒരു ജ്വല്ലറിയിൽ നിന്ന് വൈകിട്ട് 2 തവണ ഈ നമ്പർ നീ നെട്ടൂരുണ്ടായിരുന്നു. സാറേ ഡബിൾ റോളാ. ഇതിനെ കുറിച്ച് ഭവതിക്ക് എന്താണോ പറയാനുള്ളത്? ഞാനൊരു സ്വർണം എടുത്തിട്ടില്ല സാറേ. നീ ഏതാ? ഇത് എന്റെ വീടാ സാറേ. എന്താ നിന്റെ പേര്? രാജേന്ദ്രൻ. നിന്റെ പണി എന്താ? കൂലിപ്പണിയാ സാറേ. അപ്പൊ രാജേന്ദ്രോ, ഞങ്ങൾ വന്നത് എന്തിനാന്ന് വെച്ചാലേ, നിന്റെ പെണ്ണുമ്പുള്ള വീട്ടുവേലയ്ക്ക് എന്ന ഫ്ലാറ്റിൽ നിന്ന് ഒരു 10-15 പവന്റെ സ്വർണ്ണം കളവും. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ? കെട്ടിയവനും കെട്ടിയിട്ടുണ്ടെന്ന് തിരിച്ചു തരല്ലേ? ഇവിടെ വീട്ടുവേലയ്ക്ക് പോയെന്നോ? സാറിന് ആള് മാറിയതാ. ഞാൻ ജീവനോടുള്ളപ്പോ അതിന്റെ ആവശ്യമില്ല. എന്താണ് രണ്ടുപേരുടെ പോലീസുകാരെ പൊട്ടന്മാരെക്കാണ്? ഞാൻ വീട്ടുജോലിക്ക് പോയെന്നുള്ളത് നേരാണ്. എപ്പോ എപ്പോഴാണ് ഞാൻ അറിയാതെ നീ വീട്ടുജോലിക്ക് പോയത്? ഞാൻ കുടുംബശ്രീയുടെ ജോലിക്ക് പോകുന്നതിന്റെ ഇടയിൽ. കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് നീ ആരോട് ചോദിച്ചിട്ടാടി? എന്നോട് ചോദിച്ചോ? ചോദിച്ചാ ചേട്ടൻ എന്നെ വിടത്തില്ലായിരുന്നു. ചേട്ടൻ വിടത്തില്ല? അപ്പോ ഞാൻ ചേട്ടൻ അറിയാതെ വീട്ടുവേലയ്ക്ക് പോയി. വീട്ടുവേലയ്ക്ക് പോയതിനാ മോട്ടിക്കാൻ. നിന്റെ പെണ്ണുമ്പുള്ള ഫ്ലാറ്റിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റി അത് മെറൈൻ ഡ്രൈവിൽ കൊണ്ട് വിറ്റു. പിറ്റേ ദിവസം മുതൽ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ് പണിയും നിർത്തി. ഇവളുടെ അമ്മേ? ഇവളുടെ അമ്മ മരിച്ചിട്ട് 10-15 കൊല്ലായി. സാറേ, പിള്ളേര് പള്ളിക്കൂടത്തുനിന്ന് വരാറേ. അത് നിങ്ങളിത് കണ്ട ചോദ്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാം. പിള്ളേരെ കാണട്ടാ അവരുടെ അമ്മയുടെ വീരകൃത്യങ്ങൾ. നീ മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ നിന്റെ കെട്ടിയവനെയും പിള്ളേരെ ഞാൻ കൊണ്ടു. എന്നിട്ട് പിള്ളേരെ ഞാൻ ജുവനൈൽ ഹോമിൽ അടയ്ക്കും. എടീ പറയടി, എടുത്തുണ്ടെങ്കിൽ പറ. എടുത്തോലിയോ? ഞാൻ എടുത്തതാ. അതാണ്. अब अपने पर चलो 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 मान गई चोरी करी. क्यों करी है? रीजन? എന്നിട്ട് നീ ആ സ്വർണ്ണം എന്ത് ചെയ്തു? മറൈൻ ഡ്രൈവിലെ ഫാഷൻ ജ്വല്ലറിയിൽ വിറ്റു. പൈസയോ? പിള്ളേർക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ കൊടുത്തു. പിള്ളേർക്ക് ഉടുപ്പ് വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്ക് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു. എടാ, ഇവിടെ കുടുംബശ്രീ പൈസ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചോ സാറേ? ഞാൻ പറഞ്ഞു സാറേ, കുടുംബശ്രീന്ന് ലോൺ കിട്ടിയതാണെന്ന്. കാര്യം 4-5 മാസമായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല സാറേ. കാലിലൊരു സ്ലാബ് വീണേ, പിന്നെ ഒരു നെഞ്ചുവേനി. എന്തു വെച്ച് കുടുംബം പോറ്റാൻ മോഷ്ടിക്കൊന്നും വേണ്ട സാറേ. ഈ വീട് ഞാൻ ഉണ്ടാക്കിയതാ, അധ്വാനിച്ച്. ആ കോൺട്രാക്ടർ കൂടെ 12 കൊല്ലം പണിയെടുത്താ. അവര് പുറത്തു പോകുമ്പോ വീട് പൂട്ടിയിട്ട് ഒരു മുട്ടുസൂചി പോലും പോയിട്ടില്ല സാറേ ഇതുവരെ. കൺഫ്യൂസ് ചെയ്തല്ലോ അല്ലേ? അവര് കൺഫ്യൂസ് ചെയ്തു സാറേ.
എടാ പേരാന്നൂർ സെർവൻ തെഫ്റ്റ് കേസ് കാരണം തന്നെ നമ്മുടെ പോലീസിന്റെ മാനം പോയിരിക്കായിരുന്നു. ഇതിപ്പോ നന്നായി. എടാ റിക്കവറി പ്രോപ്പറായിട്ട് ആ ശരി സാറേ, ഇന്നലെ ഓക്കെ സാർ. സുബേറെ ആ റിക്കവറി റെഡി हो. ശരി സാർ. अब क्या होगा? बच्चे क्यों रो रहे हैं? क्या करूं यार? वही obviously यार. ഈ സ്റ്റുഡന്റ് പോലീസിലൊക്കെ അല്ലേ बच्चों के लिए कितना सैडनिंग चीज होगी, बट वो भी कहीं ना कहीं सही थी. ഇപ്പൊ എന്താ ചെയ്യല്ലേ? तो मजबूरी में किया. ഞങ്ങൾ ഈ ഉത്സവത്തിനെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിച്ചാൽ വേണമെന്നുണ്ടേ കൂടി ഒന്നും വേണ്ടെന്നേ പറയാമല്ലോ സാറേ. ഞങ്ങൾക്ക് ഈ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവും സാറേ. എന്താണേലും സത്യസന്ധമായി ജീവിക്കണമെന്നാ അച്ഛൻ എപ്പോഴും പറയാറ്. പക്ഷെ ഇതിപ്പോൾ അമ്മ എന്തെങ്ങനെയാ ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല സാറേ. यार बेचारी. നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഞങ്ങൾ പ്രോപ്പറായിട്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തെന്നുള്ളൂ. സാറേ അപ്പം അമ്മയുടെ പടം പത്രത്തിലൊക്കെ വരുമോ സാറേ? पुलिस ने ആ ഹലോ, സാറേ അത് വേറൊന്നുമില്ല സാറേ, നമ്മുടെ ആ സ്ത്രീയുടെ മകളുണ്ടല്ലോ, SH സ്കൂളിലെ പ്ലട്ടൂൺ ക്യാപ്റ്റൻ ശാലിനിയുടെ അമ്മയാണ് സാറേ. ഇവിടെ പിള്ളേരൊക്കെ അങ്ങനെ കരച്ചിലാണ് സാറേ. എടാ തെഫ്റ്റ് കേസ് അല്ലേ, അവരെ കൺഫ്യൂസ് ചെയ്തതുവാ. നമ്മൾ ഈ ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്ക്. ആ ഓക്കെ സാർ. यार अब क्या करेगा बिज्जू इसमें यार. വാ റിക്കവറി കൊണ്ടോ. यार पर आंटी भी गलत नहीं थी अपनी जगह यार. उसके भी कुछ ऐसा तो था नहीं, अपने लिए घर बनाया, उसने भी कुछ ऐसा किया. उसने भी आउट ऑफ रिस्पॉन्सिबिलिटी मजबूरी. वही यार. पर था आंटी ने गलत किया यार. और यार बहुत गलत हुआ ये लास्ट में. पता है जब लाइक स्टार्टिंग से मूवी देखते हैं ना, कहीं ना कहीं इमोशन जुड़ जाते हैं उनके साथ. और बहुत बहुत गलत हुआ. पूरे सोसाइटी में वो थू थू हो गई. यार അവർ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്, മൊഴി രേഖപ്പെടുത്തുക. ആ കംപ്ലൈൻറ്റ് വിളിച്ചു വരുത്തുക സാർ. ആ ഫ്രെഡി പറ. സാറേ കരട് രാശി ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. എവിടെ സാർ എടുക്കാനുള്ള മൂടാണെങ്കിൽ ഇന്ന് തന്നെ എടുത്തോ. നമ്മ സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് സാറേ. എടാ നീ കൃത്യം സ്കെച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പൊ തരാം, 10 മിനിറ്റ്. എവിടെ ഉണ്ടാവൻ സാറേ? ഈ പാലം കടന്ന് അപ്പുറത്തൊരു കാടില്ല സാറേ, കാടിനകത്ത് ഉണ്ടാവും. ആ കയറി സാറേ എവിടെ നിർത്തി സാറേ? ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇനി അങ്ങോട്ടാണ്? ഇതൊരു കോന്തുരുത്താണ് സാറേ. ഇതിലേയും പോവാ, അപ്പുറത്ത് കൂടിയും പോവാ. ഇവിടെ മധു നിങ്ങൾ ആ വഴി വാ, ഞാൻ വഴി പോവാം. എടാ നീ മധുവിനോട് വാ. ശരി സാർ. സാറേ വളവിരിഞ്ഞോട് പോയാൽ മതി, അവന്മാരിൻ്റെ അകത്തുണ്ട് സാറേ. സാറേ ഞാനങ്ങോട്ട് വന്നു, നമ്മളായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പടവെക്കും സാറേ. നീ പേടിക്കണ്ട, നീ ആ ഷോൾ വെച്ച് മുഖം കുറച്ച്. സാറിനോടുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മളിവിടെ വന്നത് സാറേ. നമ്മളല്ലെങ്കിൽ അങ്ങനെ കാട്ടി കൊടുക്കാനും കൂട്ടി കൊടുക്കാനും നിൽക്കാറില്ല സാറേ. അല്ലെങ്കിൽ രാശി നമുക്ക് തീരണം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരാളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ
തന്നെ ഉണ്ട് സാറ് അവന്മാർ ഇവിടെ എവിടെയും കാണും. ഇത് തന്നെ അവന്മാരുടെ ബൈക്ക്. ഏതെങ്കിലും സാറേ അവന്മാർ കണ്ട 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 സാറേ ഞാൻ പടിയാണ് കേട്ടോ സാറേ. ആ നീ വിട്ടോ. എന്താണ് സാറേ കാര്യം? പിന്നെ പറയാം. നീ വന്നേ. നീ വാ. ബാക്കി സ്റ്റേഷനിലേക്ക് പറയാം. നീ എടുത്ത് ബലം പിടിക്കരുത്. നീ സ്റ്റേഷനിലേക്ക് വാ. എടാ മധു നീ എവിടെയാണ്? എടാ അവനെ കിട്ടി. എടാ അവിടെയുള്ള ലെഫ്റ്റ് എടുത്ത് പോണോ? നീ എവിടെ? मार दिया यार, कैसे पकड़ा जाए? पकड़ एक पूरा मार एक पूरा। ओ यार और आगे कुछ नहीं बचता अब यार, इतना गंदा तो हम लोग ने। സാറ് നോക്കി വരണ്ടേ സാറേ? സുനിമോനെ അടിച്ചു ചുരുട്ടി സാറിനെ അങ്ങോട്ട് സുനിമോൻ. सब पे भारी पड़ गया यार, फाइनली പറഞ്ഞോളൂ സാറേ തൊള്ളിട്ടോന്ന്. और उसकी शादी होने वाली ऊपर लगेगा। ആനെങ്കി പോരുന്നു വെച്ചണം. ഇരിക്കണവിടെ. എത്ര പേരുടെ ഗ്യാങ്ങില്? 10 അതോ 100? 50,000 പോലീസുകാരുണ്ട് അവിടെ. 10-30 കേസുണ്ടായിട്ട് നീയൊക്കെ സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നു. കൂട്ടിന് കുറെ രാഷ്ട്രീയക്കാരും ഹ്യൂമൻ റൈറ്റ്സുകാരും. എന്ത് കൊട്ടേഷൻ പണിയാണ് ഇവിടെ? ഞാനും കൊട്ടേഷൻ പണിയാണ് എടുക്കുന്നത്. വീട് തല്ലി പൊളിച്ചും കട്ടും മോഷ്ടിച്ചും ബലാത്സംഗം ചെയ്തും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ആളാക്കൊന്നും ഇതേപോലെ കാട്ടിക്കാരെ വിളിച്ചിരിക്കുമ്പോ നീ ഇരിക്കുന്ന കാട്ടിലേക്ക് മറു കൊട്ടേഷൻ ആയിട്ടാ ഓരോ പോലീസുകാരുടെ വരുന്നത്. ചാകണമെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞോണ്ട് എന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചല്ല ഞാൻ നിന്നെ പുറകെ വന്നത്. ഇതെന്റെ ജോലി ആയതുകൊണ്ടാ. ഈ ജോലി ഞാൻ ആഗ്രഹിച്ച് മേടിച്ചാണ്. ആഗ്രഹിച്ച്. അതുകൊണ്ട് കഴിവറ മക്കളെ, ചത്തില്ലെങ്കിൽ ഞാനുണ്ടാകും നിന്റെയൊക്കെ പുറകെ. भाग रहे, अभी भी भाग रहे हैं। नहीं पुलिस वाले भाई, लेकिन बिच्छू की भाई दाद देनी पड़ेगी यार। बट बिज्जू की शादी होगी या नहीं? वो तो शायद आईसीयू में ठीक होगा वैसे। പേടിച്ചു പോയോ? ഇങ്ങനെ ചെറിയ ചെറിയ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ജോലിയിൽ.
കല്യാണത്തിന് 5 ദിവസം കൂടി ഉള്ളൂ. अच्छा अभी 5 दिन है. ഒരു പോലീസുകാരനെ കിട്ടി റിസ്ക് എടുക്കണമെന്ന് ആലോചിക്ക്. ആ യു സോറി, സ്ട്രെയിൻ എടുക്കണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഞങ്ങളുടെ ജോലിയുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഏത് സമയത്ത് എങ്ങോട്ടാണ് ആരുടെ പുറകെയാണ് ഓടേണ്ടി വരുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നീ നിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ടെൻഷനൊക്കെ ഷെയർ ചെയ്യാൻ എൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്ന സമയത്ത് पीछे मत मिले मैं. अच्छा वही प्रेग्नेंट हो गई वो. എവിടെ പോയി കിടക്കുക? ഈ സമയത്ത് ഇവിടെ ലീവ് എടുത്തു നിൽക്കണ്ടായോ? पुलिस की जॉब भी ऐसी होती है यार. यहाँ पे भी वो चोरों को ही पकड़ रहा है यार. But he is very loyal towards his job. बहुत अच्छी चीज है यार. और ऐसे लोग बहुत कम होते हैं यार. यहाँ पे भी देखना, यहाँ पे भी चोरों को मार रहा है, चोरों को. ये बहुत लॉयल. ബിജു പൗലോസ് എന്ന നാമധാരിയായ ഈ ചെറുപ്പക്കാരൻ ഒരു അതിമാനുഷ്യനല്ല. അയാൾക്ക് പറന്നുയരാൻ ചിറകുകളുമില്ല. അയാൾ ഇവിടുത്തെ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ മാത്രമാണ്. നിര തെറ്റിച്ചോടുന്നവരുടെ പിന്നാലെയുള്ള അയാളുടെ ഈ ഓട്ടവും കലഹവും അവസാനത്തേതുമല്ല. അയാൾ ഒരു തുടർച്ചയാണ്. लास्ट तक बिट्टू ने धो डाला इनको. देखना क्या ऑफिसर हो तो बिट्टू ऐसा. बेटा वो होगा शायद. ഹലോ, എത്ര നേരമായിടാ നിന്നെ വിളിക്കുന്നു? നീ ഇത് എവിടെ പോയി കിടക്കുവാടാ? എന്നാ ജോലിയാടാ ഇത്? ഒരു ആവശ്യത്തിൽ ലീവില്ലാത്ത എന്തിനാടാ പെണ്ണ് കെട്ടിയത്? ആ കുഞ്ഞുമോട് പ്രസവിച്ചു. वो बेटी है. हाँ वो भी पुलिस वाली वाली थी. वही. वाह यार वाह. काफी अच्छी मूवी थी. और इससे ये पता लगा हम लोगों को कि बिज्जू लास्ट तक मतलब कि जब उसकी शादी हुई तब भी वो केस सॉल्व कर रहा था, और जब उसका बच्चा हुआ तब भी वो केस सॉल्व कर रहा था. लास्ट तक वो केस ही सॉल्व कर रहा था. और लिटरली यार हमारे नेशन को ना ऐसे ऑफिसर्स की रिक्वायरमेंट है भी जो अपने काम के लिए इतने लॉयल हो. और मतलब ऐसा था कि उसके चाकू भी लग गया, स्टिल ही वाज वर्किंग. और मतलब इतना ज्यादा लॉयल, डिटरमाइंड, फोकस्ड अपने वर्क को लेके. लाइक वो चीज मुझे काफी ज्यादा इम्प्रेस करी. वही. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस मूवी को, इस पार्ट को लाइक करिए, शेयर कर कमेंट करिए. और अगर इस चैनल पे नहीं तो सब्सक्राइब. ताकि हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हैं. तो मिलते हैं एक और न्यू मूवी के साथ. तब तक के लिए बाय.